വർഷം മുഴുവനും പൂ പിടിക്കുന്ന ഒരു ചെടി വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിറയെ പൂക്കളാണ്, ചെറിയ ചെറിയ പൂക്കൾ. എങ്കിലും അത് കുറേ ചെടികളാക്കാമെന്ന് വിചാരിച്ച്, ഒരു മൂടല്ല ഉള്ളൂ, അപ്പോൾ ഒരു 3-4 മൂട് നട്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്നത് തീരുമാനിച്ചു. 2 മാസം മുമ്പ് അതിൻ്റെ കുറച്ച് കമ്പുകൾ ഞാൻ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ പോയി കുറച്ച് ചെടിച്ചട്ടി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് 3 ചെടിച്ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് നടണ്ട, മഴ സീസണല്ലേ. അപ്പം ഇപ്പം നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് കിളിച്ച് വരും. വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെള്ളം 2 ദിവസം വെള്ളം ഒഴിക്കാൻ വീട്ടിൽ ആളില്ലാന്ന് വെച്ചാൽ അതങ്ങ് ഉണങ്ങിപ്പോവും. അങ്ങനെ ഞാൻ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പിട്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചകിരിയൊക്കെ ഞാനിങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചട്ടിയുടെ അടുക്കിൽ കുറച്ച് ചകിരിയൊക്കെ വെച്ച് 3 സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് മുകളിലായിട്ട് അവിടെ കൂട്ടി വെച്ചിട്ട് നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. വളമൊക്കെ മിക്സ് ചെയ്തൊരു മണ്ണായിരുന്നു. അപ്പോൾ അത് ഞാൻ 3 ചട്ടികളിലായിട്ട് ആ വളമൊക്കെ ഇട്ട് 3 ചട്ടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ വർഷം മുഴുവൻ പൂവുള്ള ചെടി കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഐശ്വര്യമല്ലേ. 365 ദിവസവും അതിനകത്ത് പൂവാണ്. ഒരു ദിവസം പോലും പൂ വിരിയാത്ത ഒരു ദിവസം അതിനകത്തില്ല. എന്നുവെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കാണുന്നത്, നമ്മൾ ദിവസം മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പോർഷനുണ്ട് ഉണ്ട്. അപ്പോൾ അതിനവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മുമ്പ് ബഡ് ചെയ്ത ഭാഗം നമ്മൾ ചകിരിയും ചാണകവും ഒക്കെ വെച്ചിട്ട് ഞാനത് കെട്ടി അതിന് അകത്ത് കുറച്ച് തൊലി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ വേര് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വേര് പിടിച്ച വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ബഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ വേറൊരു ഫ്ലിപ്സ് സെഡ് സാംസങ്ങിൽ ഞാൻ പിടിച്ച് വെച്ചിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ അത് കംപ്ലൈൻ്റ് ആയത് കാരണം എനിക്ക് ആ വീഡിയോ ഫസ്റ്റ് ഞാൻ ബഡ് ചെയ്ത വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതൊക്കെ പോയി. അപ്പോൾ ഇത് ആ ബഡ് ചെയ്ത ഭാഗത്തിന് മുകളിൽ വേര് പിടിച്ച് വേര് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 3 മൂടാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്ത് 3 മൂടും നമ്മളത് വയ്ക്കുകയാണ്. അറ്റം നന്നായിട്ട് കൂർപ്പിച്ചിട്ടാണ്, അറ്റം നന്നായിട്ട് ചരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ചെടി വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അറ്റം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വയ്ക്കണേ. ഞാൻ മുമ്പ് ഇതിൽ നിന്നൊരെണ്ണം ഇതുപോലെ ബഡ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ കിളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് ഞാൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പല ആവർത്തി മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് ഒന്നും കിളിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും വെച്ച് കിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കല്ലാതെ ഉണങ്ങിപ്പോയി. പക്ഷേ ഞാനിങ്ങനെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പിട്ട് കുറച്ച് സ്കിന്നിങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ബഡ് ചെയ്യുന്ന രീതിയിൽ ചകിരിയും ചണമൊക്കെ വെച്ചിട്ട് കെട്ടി നല്ലതായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയായപ്പോൾ എനിക്ക് നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതുകൊണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇത് കുഞ്ഞിപ്പാലയാണോ നന്ദിയാർവട്ടമാണോ? ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.